വെൽക്കം ബാക്ക് ടു MS5 ഗെയിമർ ഗൈസ്. നമ്മൾ ഇന്ന് റോബ്ലോക്സിലെ സ്കൂൾ ടൈക്കോൺ എന്ന് പറഞ്ഞ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. എന്താണെന്നാവോ നമ്മളൊരു സ്കൂൾ പണിയണം, ആണ് ഈ ഗെയിം പ്ലേ. എന്തായാലും എനിക്ക് അതിനെ പറ്റിയ നമ്മളിവിടെ ഇവർ പണിഞ്ഞു കഴിച്ചു. അപ്പം നമുക്ക് ഇനി ഒരു സെക്കൻഡിൽ ഉറുപ്പ്യ അനുസരിച്ച് കിട്ടും. അത് വെച്ച് ഞാൻ 10 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് റോഡ് പണിയാം. അപ്പോൾ നമ്മൾ 10 റുപ്യ ആക്കിക്കാണ്ട് നമ്മൾ ഒരു റോഡ് പണിഞ്ഞു ഗൈസ്. ഇനി 18 റുപ്യ ഫസ്റ്റ് ഫ്ലോറേ. നമുക്ക് ഫ്ലോർ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും 1 സെക്കൻഡിൽ നമുക്ക് പൈസ ഇട്ടുകൊണ്ട് ഇല്ല. ഓക്കെ, ഒരു 23 പൈസ. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ പണിഞ്ഞു. എടാ ഈ സ്കൂളിന് മൊത്തം വാളൊക്കണം. ഏറ്റവും കുറഞ്ഞ പൈസ ഇതിനെന്താ ഫ്രണ്ട് ഡോർ സ്റ്റേഴ്സ് വാൾസ്. അപ്പോൾ നമുക്ക് വില കുറഞ്ഞത് ഫ്രണ്ട് ഡോറ് സ്റ്റേഴ്സ്. ഓക്കെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ 40 റുപ്യ കൊടുത്താൽ ട്രീ കിട്ടും. അവിടെയും 40 റുപ്യ കൊടുത്താൽ ട്രീ കിട്ടും. ഓക്കെ, ഞാൻ 40 റുപ്യ എടുത്ത് ഇവരുടെ ഒരു ട്രീ വെച്ചോ. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും 40 റുപ്യ കിട്ടും. അത് വെച്ചിട്ടായി ഞാനിവിടെ വേറൊരു ട്രീ വെച്ചു ഗായ്സ്. ഇനി ഇപ്പോൾ നമുക്കൊരു സെക്കൻഡിൽ 6 വെച്ച് കിട്ടണേ. അതുകൊണ്ട് കുഴപ്പമില്ല. 55 ബാക്കി 11 റുപ്യ നമ്മൾ വാള് വെച്ചു. നമ്മൾ 7 റുപ്യ വെച്ചു. അപ്പം അങ്ങനെ ഫ്രണ്ട് ഡോർ സെറ്റായി. ഓണർ ഓൺലി ഡോറ്. നമുക്ക് ഓണർ ഓൺലി ഡോറൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ 85 പീസ് ഉണ്ട്. ഇത് വെച്ചാണ്ട് ഇവിടെയുള്ള എല്ലാ തേങ്ങയും വാങ്ങാം. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും പൈസ വേണം കിട്ടും. നിങ്ങളെന്തായാലും ഗൈസ്, നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. നമുക്ക് ഈ കൊല്ലം നമുക്കെന്തായാലും സബ്സ്ക്രൈബേഴ്സ് അടിപ്പിക്കണം. ഓക്കെ, എല്ലാത്തിനും പൈസ കൂടുതലാണ്. എന്തായാലും ഞാനൊരു ലോക്കർ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് വീണ്ടും പൈസ എടുത്ത് ഞാനൊരു വിൻഡോ വാങ്ങിയിട്ടുണ്ട് ഗായ്സ്. നമ്മളെ സ്കൂളിന് ജനലില്ലേനു, നമ്മൾ ജനൽ വാങ്ങി ഗായ്സ്. എന്നിട്ട് ഞാനൊരു ലൈറ്റും വെച്ചു ഗായ്സ്. ഇപ്പോൾ കാണാൻ നല്ല ചൊറുക്കഴിക്കണം. യെസ്, ഇതിൻ്റെ പാർട്ടുകളൊക്കെ നമുക്ക് വരും. 152 ഇത് ഞാൻ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ പൈസ എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പൈസ കിട്ടിയ മാതിരി കാണിക്കണില്ല. കിട്ടി 46 റുപ്യ. എൻ്റെ പൊന്നെ, ഞാൻ എന്താ പണിഞ്ഞത്? ഹോണേ. ഓക്കെ, ഞങ്ങൾ സൈന്. പക്ഷെ കുട്ടികളുടെ സൗണ്ട് ഉണ്ടാവണ തന്നെയാണ് നല്ലത്. പക്ഷെ കുട്ടികളില്ലാതെ ഇങ്ങനെ പറഞ്ഞേ. ഓക്കെ, ഇവിടെ ഓൺലി ഓർണർ അത് നമ്മൾ നേരത്തെ കണ്ടാണ്. ഓക്കെ, ഇവിടെ സൈൻ ബോർഡ്. ഇവിടെ 141 എല്ലാത്തിനും തൊട്ടാൽ സൈനിങ്ങിന് 120 അത് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് 150 റുപ്യക്ക് ഓക്കെ, ഇവിടെ 150 റുപ്യക്ക് ഞാനൊരു ലോക്കർ വെച്ചു. ഇനി നമുക്ക് പ്ലാന്റ് വെക്കണം, പിന്നെ സീറ്റും വെക്കണം 200 റുപ്യക്ക്. പിന്നെ 150 റുപ്യക്ക് ഒരു പ്ലാന്റും കൂടി വെക്കണം. എന്നിട്ട് എല്ലാം കൂടി ഇതാക്കണം. ക്ലാസ് റൂം പണിയാൻ 400 റുപ്യാണ്. ഓക്കെ, 200. ഞാനെന്തോ ഒരിതൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനെന്തായാലും ആദ്യത്തെ സ്റ്റുഡൻറ്റ്. മോളെ പേരെന്താ? എൻ്റെ പേര് സുറാബി. സുറാബി എന്ന് പറഞ്ഞൂടെ? സുറാബി ഏതൊക്കെ പേരാ? സുറാബി. ഓക്കെ, ആ പെണ്ണിൻ്റെ പേര് സുറാബി. ഓക്കെ, ഏട്ടാ ഈ സ്കൂളെന്താ ഇങ്ങനെ? മോളെ, ഞാനിപ്പോൾ നാളെ തുടങ്ങിയിട്ടുള്ളൂ സ്കൂൾ. അതുകൊണ്ടാണ് ഇത്രക്കുതേ. നിന്റെ പേരെന്താ? എൻ്റെ പേര് സമ്മാസ്. സമ്മാസില്ലേ? ഓക്കെ. ഓരോരുത്തരും ഇവിടെ വന്ന് കയറി. നീ ഇവിടെ എങ്ങനെ കച്ചറാക്കിയ 2 അടിച്ച് പൂസ് ഞാൻ. ഇതേ നൂബീനി വിസാനീനി പോണു. നമുക്ക് എന്തായാലും ഇവിടുന്ന് പൈസ എടുക്കാം. നമുക്ക് നമ്മളത് ജോലി ചെയ്യണം ഓൺലി. ഓക്കെ, ഇനി ആരും ഇങ്ങോട്ട് കയറി വരട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ അവിടെ ഇത് വെച്ച് ഗൈസ്. ഇനി ബാക്കിയുള്ള പ്ലേസിന് എൻ്റെ ബേസിക്ക് കയറാൻ പറ്റില്ല. ഞാനൊരു ലോക്കർ വെച്ചു. ഇപ്പം നമുക്കൊരു സെക്കൻഡിൽ 20 റുപ്യ അനുസരിച്ചാണ് കിട്ടിയത്. ആദ്യമൊക്കെ 1 റുപ്യ അനുസരിച്ചാണ് കിട്ടിയത്. ഇപ്പോൾ 20 റുപ്യ അനുസരിച്ച് കിട്ടും ഗൈസ്. അതെന്തായാലും നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ് ഗൈസ് അത്. ഇതെന്താ നൂബിനി വിസാനിനി തൊപ്പിയും പിന്നെ കുറച്ച് ഡിസൈനൊക്കെ വെച്ച മതി. എന്തെങ്കിലും ആട്ടെ, നമുക്ക് എന്തായാലും ഇവിടെ ഒരു പ്ലാന്റ് വെക്കാം. പിന്നെ നമുക്ക് എല്ലാത്തിനും പൈസ അങ്ങനെ പോകാനുള്ള ഗൈസ്. എന്ത് ചെയ്യും?
396 വാ നൈസ്. അത് വെച്ച് ഞാനിവിടെ ഒരു ലോക്കർ വാങ്ങും. ഓക്കെ, ഇവിടെ ക്ലീൻ ആക്കട്ടെ. നമ്മളിവിടെ പെൻസിലൊക്കെ അയ്യോ ഞാൻ ആരുതോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇവിടെ പൈസ എടുക്കണം. 388 രൂപ എടുത്തില്ലേ? എടുത്തിട്ട് 548 ഗൈസ്. ഇനി ഗൈസ് ഞാൻ തെറ്റ് ക്ലാസ് റൂം തുടങ്ങാത്ത ഇവിടെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ട് നമുക്ക് ക്ലാസ് റൂം തുടങ്ങാനാണ് അതിൻ്റെ പ്ലാൻ. നമ്മളെന്തായാലും സീറ്റ് വെച്ചാൽ കുട്ടികൾ കൂടും ഗൈസ്. അതാണ് ഗൈസ് എൻ്റെ ഒരു ഇതാണ്ടോ ഏതൊരു പെൺകുട്ടി എന്നാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ എത്ര കുട്ടികളുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. സ്റ്റുഡൻസ് ഇപ്പം ഇല്ലേ? 0 സ്റ്റുഡൻസ് 0 ക്ലാസ് റൂമോ? ക്ലാസ് റൂം ഇല്ലാഞ്ഞിട്ടല്ലേ സ്റ്റുഡൻസ് ഇല്ലാത്ത. അത് അതിൻ്റെ തെറ്റാണ്. ഓ അവിടെ ഇനിയും സാധനങ്ങളൊക്കെ വെക്കാണ്ടോ? ലോക്കർ ഇനിയും ഇവിടെയും വെക്കാണ്ട്. ഓക്കെ, ഞാൻ വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, ഇനിയും ഒരുപാട് സംഭവങ്ങൾ ചെയ്യാണ്ട്. ഞാൻ അതിനെ എത്രയോ പാർട്ടാക്കേണ്ടി വരും ഗൈസ്. നമുക്കെന്തായാലും 2 ക്ലാസ് റൂം ഇന്ന് പണിയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഓരോ വീഡിയോക്ക് ഓരോ ക്ലാസ് റൂം ഇങ്ങനെ 2 ക്ലാസ് റൂം അനുസരിച്ച് പണിക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ 380 റുപ്യക്ക് കൊടുത്താണ് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വില കുറഞ്ഞ സാധനങ്ങൾ ഒക്കത്തിനും വില കൂടുതലാണല്ലോ. എൻ്റെ അളിയോ വിഷയം ഗൈസ്, വിഷയം. ഇവൻ കുറച്ച് സീൻ പ്ലെയറൊക്കെ ആണല്ലോ. നമുക്ക് മാത്രം സീനായാലേ ഇത് സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ സീനാണല്ലോ. ഓക്കെ, 957 റുപ്യ. ഓക്കെ, ഇവിടെ 345 റുപ്യ കൊടുത്ത് ഞാൻ ഇത് സെറ്റാക്കി. എന്നിട്ട് ഞാനിവിടെ 350 റുപ്യ കൊടുത്താണ് ഞാൻ ഇത് ഒരു സീറ്റും കൂടി പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് 28 രൂപ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു 30 ആക്കി കൂടെ? എനിക്ക് എന്താ അവസ്ഥയാണ്. നമുക്ക് മൊത്തം സ്കൂൾ പോയിന്റും ഉണ്ട്. അത് 910 എന്താണാവും പെട്ടെന്നായി നമുക്കത്. ഞാനിവിടുന്ന് എൻ്റെ പൈസ 911 എന്നിട്ട് ഞാനത് വെച്ച് അവിടെയുള്ള ഒറ്റ സാധനം കൂടി പറഞ്ഞു. എന്നിട്ടാണ് എനിക്ക് ക്ലാസ് റൂം അങ്ങോട്ട് തുടങ്ങാൻ പ്ലാന്റും കൂടി വെച്ച് കഴിച്ചില്ല. സോ നമുക്ക് ക്ലാസ് റൂം തുടങ്ങണം. ക്ലാസ് റൂം തുടങ്ങാൻ എല്ലാവരും പൈസ വേണം. പൈസ എല്ലാവരും കിട്ടണം. എനിക്ക് ഞാൻ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്യും. ഓക്കെ സെല്ലസ്കോ, ഇനി നമുക്ക് ക്ലാസ് റൂമിനുള്ള പരിപാടികളിലേക്ക് കടക്കാം. ഓക്കെ, 846 റുപ്യക്ക് ഞാൻ ഇവിടെ ഒരു ക്ലാസ് റൂം പണിഞ്ഞു ഗൈസ്. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് മെക്കാനിക് ആവും ഗൈസ്. ഞാൻ മെക്കാനിക് എന്ന് പറഞ്ഞ ക്ലാസ് റൂം തുടങ്ങി ഗൈസ്. ഗൈസ് മെക്കാനിക് എന്ന് പറഞ്ഞ ക്ലാസ് റൂമാണ് ഗൈസ് നമ്മൾ തുടങ്ങിയത്. ഞാൻ എന്തായാലും അവിടെ ഒരു പ്ലാൻ വെച്ചു. അപ്പോൾ ഗൈസ് നമ്മളെ സ്കൂളിൻ്റെ ഇതിൽ കാണല്ല ഇക്കണേ. ഓക്കെ, മെക്കാനിക്സ് കണ്ട മെക്കാനിക് റിപ്പയർ ചെയ്യണതിനാണ് നമ്മൾ മെക്കാനിക് എന്ന് പറയാം. ഇവിടെ എന്തൊക്കെയൊക്കെയോ ചെയ്യാണ്ട് നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ പിന്നെ 600 റുപ്യ എടുത്താൽ പിന്നെ എന്തൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞില്ലേ? നമുക്കത് നോക്കാം. 600 റുപ്യ കിട്ടി. അവിടെ ഇതെന്താ എടുക്കേ? പൈസ എടുക്കേ? അടുത്ത് നേരത്തെ എടുക്കാണില്ല. എന്നിട്ട് 600 റുപ്യക്ക് പാർക്കിങ്, ലെഫ്റ്റ് പാർക്കിങ്, ക്രോസിങ്, അവിടെ എന്തോ പ്ലാന്റൊക്കെ വെക്കാണ്ട്. അതിന് എത്ര റുപ്യ? 60 റുപ്യ ആയാൽ മതി. 80 റുപ്യ ഉള്ളൂ. നൈസ്, അതെന്തായാലും നന്നായി. 80 റുപ്യല്ലേ ഉള്ളൂ. പിന്നെ അവിടെ എന്തോ ഉണ്ടാക്കാണ്ട് എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെയൊക്കെ ഞാൻ പൈസ ഉണ്ടാക്കി. ഇവിടെ നേരത്തെ വന്നു. ഓക്കെ ഗൈസ്. നോ ഗൈസ്, കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് അടിക്കുക ഗൈസ്. ഒരു ക്ലാസ് റൂം പണിയുന്നതിന് നമുക്ക് 5 ലൈക്കാണ് വേണ്ടത്. ഗൈസ്, നമ്മളെ സ്കൂളിൻ്റെ ഇങ്ങനെ ആരെങ്കിലും നമ്മളെ സ്കൂളാക്കിയത്? പൂക്കളുടെ ഇതൊക്കെ ആരാണ് അങ്ങനെ ആക്കിയത്? ഇത് മതി, ഇത് വേണ്ട. 1400 റുപ്യ എന്ത് പരിപാടിയാവും. എന്തായാലും പൂവെങ്കിൽ പൂവ് എനിക്കിഷ്ടമല്ല, അത് പ്രശ്നം. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മളെ മെക്കാനിക് എന്ന് പറഞ്ഞാൽ ക്ലാസ് സെറ്റ് ആക്കണ്ടേ? കുട്ടികളെ വരുത്തേണ്ടതിക്ക്. അപ്പോൾ നമ്മളെ ക്ലാസ് റൂമിൽ ഒരു ബോർഡ് വെച്ചു, ഡെസ്ക് വെച്ചു. വെച്ചു ഗൈസ്. ടീച്ചർ വന്നു. നമുക്ക് കുട്ടികളെയും വേണം. ടേബിൾ ആൻഡ് സീറ്റ്, അതിന് നല്ല പൈസ വേണം. എന്തായാലും നമുക്ക് വാങ്ങാൻ പറ്റിയ ടൂൾസ്. ഗൈസ്, ഇതാണ് നമ്മളെ കാറ്. കാറ് ഇത് കാറൊന്നല്ല, അത് നമ്മളെ റിപ്പയർ ആയ കാറാണ്.
അടുത്ത കാറാണ്. ഓക്കെ ഗൈസ്, 1364 രൂപയാണ്. അതുകൊണ്ട് ഞാൻ അത് വെച്ച് ഞാനൊരു ടേബിൾ ആൻഡ് സീറ്റ് വാങ്ങി ഗൈസ്. ഇവിടെ ഗൈസ് ഒരു ബെഞ്ചിൽ 4 ആക്കിയിരിക്കുക. ഇവിടെ എന്തോ റിപ്പയർ ചെയ്യാനുണ്ടല്ലോ. ഇത് റിപ്പയർ ആയിട്ട് ഓക്കെ റിപ്പയർ ചെയ്ത് ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെ മെക്കാനിക് ക്ലാസ് അങ്ങനെ ഗൈസ് നമ്മൾ ഹൃദയിക്കിട്ടുണ്ട്. ഇനി നമ്മളെ ആസ്റ്റ് ക്ലാസ്സിൻ്റെ പേരാണ്, അത് പേര് 80 അല്ലേ, സോറി മൈ മിസ്റ്റേക്ക്. ഓക്കെ 640 രൂപ കൊടുത്ത് ഞാൻ ഒരു ജിയോഗ്രഫി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ കണ്ട ഭൂമി, ഇതിൽ ഇന്ത്യനൊന്നും കാണിക്കണില്ല. എന്ത് മഹാരാഭാരത് ഇന്ത്യനെ കുറിച്ച് കാണിക്കണേ അത് പറഞ്ഞപ്പോഴാ, ഇന്ത്യനെ കുറിച്ച് പറഞ്ഞപ്പോഴാ. നിങ്ങൾ വേൾഡ് കപ്പിൽ ഏത് ടീമാ? നമ്മൾ അർജന്റീന, വാമോസ് അർജന്റീന. ഇപ്പോൾ ഗൈസ് അർജന്റീന ഈജിപ്തിനെ പൊട്ടിച്ചു. നിങ്ങളെന്തായാലും നിങ്ങൾ റൊണാൾഡോ ഫാൻ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, മെസ്സി ഫാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. ജിയോഗ്രഫി ഗൈസ് ഇതിൽ ഇന്ത്യ ഉണ്ട്, പക്ഷേ ഇന്ത്യൻ്റെ യെസ് ഞാൻ പറയാം. ഇത് നോർത്ത് അമേരിക്ക, ഇത് സൗത്ത് അമേരിക്ക, ഈ കാണുന്ന സൗത്ത് അമേരിക്ക, ഇത് ഓസ്ട്രേലിയ, ഇത് ആഫ്രിക്ക, ഇത് യൂറോപ്പ്, ഇത് ഏഷ്യ. ഓക്കെ എനിക്കിഷ്ടം എന്തെങ്കിലും 410 400 ഒരു പോസ്റ്റർ വെക്കടാ. എന്തായാലും നോക്കിക്കണം, പോസ്റ്റർ വെക്കണം. 400 കയ്യിലുണ്ട്, എന്നിട്ട് പോസ്റ്റർ കണ്ടിന്യൂ ചെയ്യാനോ? നമുക്കൊന്നുകൂടി പൈസ എടുക്കാൻ പറ്റുന്ന. ഓക്കെ ഞാനിവിടെ പോസ്റ്റർ ഇപ്പോഴാണ് വെച്ചത്. ഇവന്മാരെ ഞാൻ കരുതി ഇവിടെ അല്ലല്ലേ ക്ലാസ്, മറ്റേ ക്ലാസ് മെക്കാനിക്സ്. യെസ് നമ്മളെ മാത്സ് ഇതൊക്കെ എപ്പോഴാണെന്നാവും വരാം. ഇതൊക്കെയല്ലേ മെയിൻ വിഷയം, ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്ന വിഷയങ്ങൾ. ഓക്കെ ഹോളിയിട്ട് വെച്ച് കഴിച്ച് അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ക്ലാസ് ആയിട്ടുള്ള നമ്മളെ ജിയോഗ്രഫിയും ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. മൂന്നാമത്തെ ക്ലാസ് ഊറിന് 1200 റുപ്യാണ്. അതിന് ഞാൻ പേര് കൊടുക്കണം ഫിസിക്സ് എന്ന് വെച്ചാൽ ഒരുപാട് ഇതാണ്, ചലനം, അങ്ങനത്തെ ചലനവും പുരനവും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. എന്തെങ്കിലും നമുക്ക് എന്തായാലും ഇവിടെ ഞാൻ പൈസ എടുത്ത് 2000 റുപ്യാണ് എടുത്തത്. നമ്മൾ 500 റുപ്യ ഇവിടെ ഡെക്കറേഷൻ ചെയ്തു ഗൈസ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചാണല്ലേ ഫിസിക്സ്. ഓക്കെ ഫിസിക്സ് എനിക്ക് അറിയാം, പക്ഷെ എന്നാലും ഞാൻ കൂളിംഗ് ലൈറ്റ് 50-50. ഓക്കെ ലെറ്റ്സ് ഗോ. പോസ്റ്റർ ഗൈസ്. ഓക്കെ ടേബിൾ ആൻഡ് സീറ്റ്സ്. ഓക്കെ ഞാൻ എന്നിട്ടൊരു ക്ലാസ് റൂം ബോർഡും കൂടി വെച്ച് ഇനി ഡെസ്കും കൂടി വെക്കണം. എന്ന് വെച്ചാൽ ടീച്ചർ വന്നിട്ട് കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ. ടീച്ചർ വന്നാലല്ലേ കുട്ടികൾക്ക് പൈസ ആകുന്നല്ലേ. ഫിസിക്സ് ആണ് ഇത്. ഓക്കെ ഇപ്പോൾ നമ്മുടെ സ്കൂളത്തെ കുട്ടികളൊക്കെ 25 കുട്ടികൾ വന്നു ഗൈസ്. ഗൈസ് 3 ക്ലാസ് റൂം വെച്ചപ്പോൾ തന്നെ 25 കുട്ടികളായി. അപ്പോൾ നമ്മൾ എത്ര ക്ലാസ് വെച്ചാൽ എത്ര കുട്ടികളുണ്ടാവും. ഓക്കെ ഡെസ്കും കൂടി വെച്ചു ഗൈസ്. നമ്മളെ ഈ ബെഞ്ചത്തെ ആദ്യത്തെ സ്റ്റുഡൻറ്റ്. ഹായ് നിന്റെ പേരെന്താ? സുബഹാൻ. ഓക്കെ സുബഹാനൊക്കെ അവിടെ ഒക്കെ ഉണ്ട്. ഫിസിക്സ് HOH. ഇത് ഇവനാരാ? നിന്റെ പേരെന്താ? എൻ്റെ പേര് കൊരങ്ങൻ. അങ്ങനത്തെ പേരുണ്ടാവും. ടീച്ചറെ സുഖല്ലേ? ടീച്ചർ സുഖം. ഓക്കെ ക്ലാസ് റൂം. ഓക്കെ ഗൈസ് ഇപ്രാവശ്യം ഞാൻ ബിസിനസ് സ്റ്റുഡൻറ്റ്. ബിസിനസ് പൈസ മസങ്കി അതിനെ പറ്റിയാണ് ബിസിനസ്. ഇനി മിക്കവാറും ഡെക്കറേഷൻ നിൽക്കുമ്പോൾ പൈസ വരുമായിരിക്കും അല്ലേ? അങ്ങനെയാണ് അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ എത്ര വട്ടന്നാലേ പുതിയതും വെച്ചത്? ഇത് മാറ്റൊക്കെ എത്ര പെട്ടെന്നാലേ നമ്മളിതൊക്കെ ചെയ്തത്. ഡെക്കറേഷൻ 600 റുപ്യ. ഇവിടെയുള്ള ആദ്യം നമ്മൾ പിള്ളേരെയും ടീച്ചറിനെയും കൊണ്ടുവരണം. അതാണ് നമ്മൾ ഇപ്പം ആദ്യത്തെ പണി. എന്നിട്ട് നമ്മളൊരു പോസ്റ്റർ വെക്കും. പിന്നെ ക്ലാസ് റൂമിന് ബോർഡ് ഇല്ലാതെ ഒരു രസമില്ല. നമ്മളെ ബിസിനസ്സിന് സാറാണ് കേട്ടോ, മറ്റേതിന് ടീച്ചറാണ്. ഞാൻ എന്തിനൊക്കെ ടീച്ചർ സാറെന്ന് പറയാം. നമ്മൾ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഇതിൽ സാറും ടീച്ചറൊക്കെ
സെയിം. ഓ ഞാൻ ഇവിടുന്ന് ഇവിടെ ടീച്ചറാണ്, ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്, ബിസിനസ് പഠിപ്പിക്കുന്ന സാറാണ്, നമ്മളെ ജിയോഗ്രഫി പഠിപ്പിക്കുന്നത് നമ്മളെ സാറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇത് പഠിപ്പിക്കുന്നതും ടീച്ചറാണ്. ഓ നമ്മളെ ഫസ്റ്റത്തെ മെക്കാനിക്ക് സിനിമ സാറുമാരല്ലേ പഠിപ്പിക്കുക, എന്തെങ്കിലും ആട്ടെ. ഒരുപാട് കുട്ടികളിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള കുട്ടികൾ 25 ഞാൻ 36 ചേടാ 25 പെട്ടെന്ന് 36 കുട്ടികളായി. വാവ് നൈസ്. ഇനിയും കൂട്ടണം. ഓക്കെ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയ ക്ലാസ് റൂം തുടങ്ങും. പുതിയ ക്ലാസ് റൂം കണ്ട ഇതവിടെ ഇംഗ്ലീഷ് വരട്ടെ. ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയണം. മീസ് നെയിം ഈസ് നിദാൻ 25. MS5. ഓക്കെ ക്ലാസ് റൂമിൻ്റെ ഞാനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി ഡെസ്ക് വേണം, കോളി ലൈറ്റ് വേണം, ടേബിൾ ആൻഡ് സീറ്റ് വേണം, പോസ്റ്റർ വേണം. നമുക്ക് ഈ ലോക്കിൻ്റെ ചിഹ്നം കാണുന്നത് തുറക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ലോക്കിൻ്റെ ചിഹ്നമുള്ള ഈ ഡോറ് തുറക്കണം. അതെന്തോ മെയിൻ ക്ലാസ് റൂം മറ്റാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ IT ലാബ് അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക നമ്മളെ ഓഫീസ് അല്ലെങ്കിൽ സ്റ്റാഫ് റൂം ഏതെങ്കിലും ഒന്നായിരിക്കും. അതിനത്രക്കും വലിയ ക്ലാസ്സുകൾ ടീച്ചേഴ്സിനും ഇതിനുമാണ്, അല്ലെങ്കിൽ IT ലാബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്കറിയില്ല. ടേബിൾ ആൻഡ് സീറ്റ് ഒന്ന് വരണം. ഒരു ടേബിൾ ആൻഡ് സീറ്റ് വരൂ. ഇതെന്താ ഇത് ഭയങ്കര ഓക്കെ. ഞാൻ എന്തായാലും ടേബിൾ ആൻഡ് സീറ്റ് വെച്ചിട്ടുണ്ട്. കുട്ടികളെ കാണാനില്ലല്ലോ, എന്താ അപ്പോൾ ഓക്കെ എല്ലാ ടീച്ചർമാർക്കും ലാപ്ടോപ്പ് ഉണ്ടിടാ. ഓക്കെ ഇവിടെ പിള്ളേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. ഓക്കെ പോസ്റ്ററും കൂടി വെച്ചാൽ നമ്മൾ ഈ റൂമും കംപ്ലീറ്റ്. ഒരു സെക്കൻഡിൽ നമുക്ക് ഇപ്പോൾ 72 ഉറുപ്പ്യ അനുസരിച്ച് കിട്ടുന്നുണ്ട് കേസ്. അത് ഞാൻ എപ്പോഴും ഓർത്തേ. ഓക്കെ ഇനി നമുക്ക് പുതിയൊരു ക്ലാസ് റൂം കൂടി തുറക്കണം. ആ ക്ലാസ് റൂമിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെന്ന് നിർത്തും കേസ്. കാരണം എനിക്ക് ഒരുപാട് ലെങ്ത് ചെയ്യാൻ കഴിയില്ല. അതാണ് കേസ് എൻ്റെ കുഴപ്പം. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ അപ്പോൾ നമ്മൾ അടുത്തതാണ് ഗൈസ്. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? ഈ എല്ല് കഴിഞ്ഞിട്ട് മൃഗങ്ങൾ ഇതല്ലാത്ത സൂക്ക് പോയിക്കണം. അപ്പോൾ നമ്മൾ മൃഗങ്ങളെ കുറിച്ച് പഠിക്കാനാണ്. ഇത് ചീത്തപ്പുലി അല്ലേ? പുലി ഇതേ ഒരു പെൺകൊച്ചി വരുന്നേ, ഇതേ ഒരു തടിമാടൻ വരുന്നേ, ഇതേ വീണ്ടും ഒരു പെൺകുട്ടി വരുന്നേ. എല്ലാവരും വരുന്നുണ്ട് ഗൈസ്, ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഗൈസ്. ഈ റൂം പണിയാനായിരിക്കും തോന്നുന്നു എനിക്ക് ഏറ്റവും ടഫായിരിക്കും. കാരണം ഗൈസ് നല്ല പണിയായിരിക്കും. അതുകൂടി പണിഞ്ഞാലാന്ന് തോന്നുന്നു നമുക്ക് സെക്കൻഡ് ഫ്ലോർ അണിയാൻ പറ്റുക. ഗൈസ് ഇതിന് 10 ഫ്ലോർ ഒറ്റ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ ആക്കുന്നത്. ടേബിൾ ആൻഡ് സീറ്റ് ഡെസ്ക്. ഓ ഗൈസ് നമ്മൾ സൂളജി എന്ന് പറഞ്ഞ ക്ലാസ്സും പണിഞ്ഞു ഗൈസ്. നമ്മളെ മൃഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ക്ലാസ്. അപ്പോൾ നമ്മളെ മൊത്തത്തിൽ സൂളജി, ബിസിനസ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, മെക്കാനിക്സ്, ജിയോഗ്രഫി ഈ 6 പാഠങ്ങളാണ് സബ്ജക്റ്റുകളാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചത്. നമ്മൾ ഓരോ ഇതിലും ഓരോ ക്ലാസ് പോകണം എന്നാണ് നിയമം. ഇപ്പോൾ മൊത്തം കുട്ടികളുണ്ട് സ്കൂളിനെ പറ്റിയൊക്കെയാണെങ്കിൽ. 61 സ്റ്റുഡൻസ്. വാ നൈസ്. ഓക്കെ ഇതിന് 3000 ഉറുപ്പ്യ ഉണ്ടോ? എൻ്റെ കയ്യിൽ എത്ര ഉറുപ്പ്യ ഉണ്ട്? 3590 ഉണ്ട്. കുഴപ്പമില്ല. ലക്ഷറി ഹാളാണിത്. ഐശ്വര്യ. ഇവിടെ വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? എല്ലാത്തിനും പൊരിഞ്ഞ വിലയാണല്ലോ. 650, 720, 600. ഒരു 4 ഉറുപ്പ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് അവിടെ എത്തുമ്പോൾ കുറേ പൈസ കിട്ടും. അത് വെച്ച് ഞാൻ ഈ ക്ലാസ് കൂടി അപ്ഗ്രേഡ് എടുത്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിന് സെക്കൻഡ് ഫ്ലോർ പണിയുന്നതായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിന് സെക്കൻഡ് ഫ്ലോറിന് 12,000 ഉള്ളൂ. അത് കുഴപ്പമില്ല. അതും കൂടി നമുക്ക് പണിഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തേണ്ടി വരും. ഓക്കെ നോ ഓക്കെ ഞാനിപ്പോൾ 4700 ഉറുപ്പ്യ. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള എല്ലാ പ്ലാനും വെച്ചു. ലെസ്കോ. ഓക്കെ ഇനി ഇത്രക്കും സംഭവങ്ങൾ ചെയ്യാണ്ട്. ഓക്കെ ഞാൻ എന്തൊക്കെ വെച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ പ്ലാനും വെച്ചു, ഒരു ലോക്കറും വെച്ചു, പിന്നെ എന്തൊക്കെയോ നമ്മളെ ഈ സ്റ്റേജ് മാറ്റി എന്തോ സംഭവങ്ങളും വെച്ചു. അല്ല വേറെ എന്തും വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ലക്ഷറി ഹാൾക്ക് ഒരുപാട് കുട്ടികൾ വരാൻ ചാൻസ് ഉണ്ട് കേസ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ക്ലാസ്സിലൊന്നും കുട്ടികളെ കാണുന്നില്ലല്ലോ അധികം. സെക്കൻഡ് ഫ്ലോർ ഉണ്ടല്ലേ? പക്ഷെ നമ്മൾ അൺലോക്ക് കാണില്ല. ഇതിന് നമ്മൾക്ക് ലിഫ്റ്റ് ഉണ്ടല്ലേ, എലവേറ്റർ. 800 ഡെസ്കും
ഓക്കെ ഞാൻ സീറ്റ് ആൻഡ് എടാ ഇതിനും പൈസ കൊടുക്കണോ പൊട്ടച്ചോനെ എന്താ ഓക്കെ ഞാൻ ഓക്കെ വലിയ സാധനങ്ങൾ മൊത്തം വിറ്റപ്പോൾ തന്നെ എത്രക്കോ പൈസ തീർന്നു. എടാ പെട്ടെന്നുള്ള പൈസ കയറും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്ക് ഈ സ്കൂൾ കേസ് നമ്മളെക്കാൾ എത്രയോ ഡെവലപ്പ് സ്കൂളാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. സ്കൂളിനേക്കാൾ എത്രയോ ഡെവലപ്പാണ് കേസ് ഈ സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഈ ചെക്കന്മാരൊക്കെ എന്ത് ഭാഗ്യമാണെന്നാ അതിൻ്റെ സ്കൂളിലെ എത്താതെ കാണിക്കണേ. ഓക്കെ ലെസ്കോ ഓക്കെ നമുക്ക് ഇനി കുട്ടികൾക്കുള്ള സീറ്റൊക്കെ കാര്യങ്ങൾ വെക്കാം. സീറ്റൊക്കെ ഉള്ള പൈസ ഇല്ലേ? പൈസ തീർന്നാ എന്താ കുറച്ച് 3 സാധനങ്ങൾ വെച്ചപ്പോൾ തന്നെ പൈസ തീർന്നേ. എത്ര ഇനി വീണ്ടും പൈസ എടുക്കാൻ പോകണം. ഇത് ഭയങ്കര കഷ്ടമാണ് ഗൈസ്. നിങ്ങൾ കരുതണ മാതിരിയല്ല. ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. ഈ ഐഡിയക്ക് നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് അടിക്കണം. കാണിച്ച ഗൈസ് നിൽക്കേ നമുക്ക് ആദ്യം ഇതും കൂടി കുറച്ചുകൂടി ഇതാക്കി തരും. ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. സീറ്റ് വെക്കണം. ഇവിടെ സീറ്റ് വെക്കണം. സീറ്റ് കുട്ടികൾക്ക് വേണം. 224. എന്നിട്ട് ഞാൻ ഇവിടെ ചെന്ന് എലിവേറ്ററിൽ 1 എടുക്കും. അപ്പോൾ ഇവിടെ ടെലപ്പോർട്ടാവും. എങ്ങനെ എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ ലൈക്ക് ചെയ്യുക. പക്ഷേ കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളൂ. ആ പ്രശ്നം ബുദ്ധി കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് പൈസ അവിടുന്ന് കിട്ടിയുള്ളൂ. അതെന്താണെന്നാവും. എന്തായാലും നമുക്ക് പെട്ടെന്ന് അവിടെ വരെ നടക്കാനുള്ള ഇത് പോയല്ലോ. അതുകൊണ്ട് സന്തോഷം. എടാ എല്ലാം അപ്ഗ്രേഡ് ആക്കിയിടാ നമ്മളെ ക്ലാസ്. ഈ ക്ലാസ് മൊത്തം അപ്ഗ്രേഡ് ആക്കിയില്ല. ഇനി നമുക്ക് അപ്ഗ്രേഡ് ആക്കാനുള്ളത് നമുക്ക് ഇതിൻ്റെ മേലത്തെ ബിൽഡിങ് അപ്ഗ്രേഡ് ആക്കിയാൽ മതി. ഞാൻ എന്തിനു നടന്നോണം? എന്നേക്കല്ലേ ഞാൻ എലിവേറ്ററിൽ സ്പൂണായി വരും. എടാ 3750. ഇനി നമുക്ക് പൈസ കിട്ടണം. 150 റുപ്യ സെക്കൻഡിന് കിട്ടുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ എടുത്ത് പോകണം. ഇപ്പോൾ 4000 റുപ്യ ഉണ്ട്. 12000 റുപ്യാണ് നമുക്ക് സെക്കൻഡ് ഫ്ലോർ പണിയാൻ. ഇതേ ഒരു ചെറുക്കൻ. ഡാ എൻ്റെ പേരെന്താ? വാട്ട് നീ ക്ലാസ് കയറിയതാ. ഇതേ പെൺകൊച്ച്. ഇതേ ഒരുത്തൻ ഒരു ഡ്രസ്സും ഇടാത്ത ഒരുത്തൻ. എന്തായാലും അവൻ്റെ കാരണം ഇതേ ഗൈസ്. നമുക്ക് ഈ സ്കൂളിന് കളർ മാറ്റിയാലോ? കളർ മാറ്റാനുള്ള പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അല്ലേ വേണ്ട, കളർ മാറ്റണം എന്തായാലും ഈ സ്കൂളിൻ്റെ. എനിക്കിഷ്ടപ്പെട്ടില്ല ഈ സ്കൂളിൽ. എവിടെ കളർ മാറ്റാനുള്ള ഇത് കാണും ഗൈസ്. ഇവിടെ കുറേ കാറെല്ലാം മാറ്റുന്നുണ്ട്. ഞാൻ വേറൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഗൈസ്. ഞാനിതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് ഗൈസ്. കണ്ടോളൂ നിങ്ങൾ കണ്ട ഞെട്ടും ഗൈസ്. കണ്ടാ ഞാൻ പേടിച്ചോയി ഗൈസ്. കണ്ടാ ഗൈസ് നീതാൻ്റെ സ്കൂളായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ല MS5 ഗെയിമറിൻ്റെ സ്കൂളായതുകൊണ്ടാണ് ഗൈസ് ഇവിടെ MS5 ഗെയിമർ നമ്മളെ ഫോട്ടോ അടിച്ചു കൊടുത്തേ ഗൈസ്. നമ്മളെ സ്കൂളായതുകൊണ്ടാണ്. എനിക്ക് നടക്കാൻ വയ്യ. നമ്മൾ സ്കൂളിലാകുമ്പോൾ മാത്രമേ ഇത് യൂസ് ആവുള്ളൂ എന്നല്ലേ? പിന്നത്തിന് ഞാൻ 13 നമ്മളങ്ങനെ സെക്കൻഡ് ഫ്ലോറും പണി ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആക്കാണ് ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ബൈ. എവിടെ സോറി ഇതങ്ങനല്ല. ഓക്കെ ബൈ. ഇമോട്ട് കണ്ടിട്ട് ഇമോട്ടത്തെ വരാത്തി നിൽക്കാൻ നോക്കട്ടെ. ഇൻവെൻട്രിയിലൊന്നും ഇല്ലയെന്ന്. ഓക്കെ ഗൈസ്. ഓക്കെ ബൈ.